നമസ്കാരം, ദ മൈക്കിലേക്ക് സ്വാഗതം. ഉർവശിയെയും പാർവതി തിരുവോത്തിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കിന് ഗംഭീര പ്രതികരണം. ചിത്രം റിലീസായ ഇന്ന് തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിയേറ്റർ റെസ്പോൺസ് ചിത്രത്തിന് ഏറെ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. കൊച്ചി ഫോറം മോൾ PVRൽ വെച്ച് നടന്ന സെലിബ്രിറ്റി പ്രിവ്യൂ ഷോയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം ചിത്രത്തെ വാനോളം പുകഴ്ത്തി നിരവധി താരങ്ങളും രംഗത്തെത്തിയിരുന്നു. കുട്ടനാടൻ ജീവിതം അനുഭവഭേദ്യമാക്കുന്ന നല്ലൊരു ചിത്രമെന്നാണ് സംവിധായകൻ ബ്ലെസ്സി കഴിഞ്ഞ ദിവസം ചിത്രത്തെപ്പറ്റി അഭിപ്രായപ്പെട്ടത്. അതിഗംഭീരമായ ഒരു മസ്റ്റ് വാച്ച് ചിത്രമാണ് ഉള്ളൊഴുക്ക് എന്നാണ് ഭ്രമയുഗത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവൻ അഭിപ്രായപ്പെട്ടത്. രാജ്യാന്തര ശ്രദ്ധ പിടിച്ചുപറ്റിയ കറി ആൻഡ് സയനൈഡ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത ക്രിസ്റ്റോ ടോമിയുടെ ആദ്യ ഫീച്ചർ ഫിലിമാണ് ഉള്ളൊഴുക്ക്. സുഷിൻ ശ്യാമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ഉർവശി, പാർവതി എന്നിവരെ കൂടാതെ അലൻസിയർ, പ്രശാന്ത് മുരളി, അർജുൻ രാധാകൃഷ്ണൻ, ജയാകുറുപ്പ് തുടങ്ങിയവരും ചിത്രത്തിൽ മറ്റു വേഷങ്ങളിൽ എത്തുന്നുണ്ട്. റോണി സ്ക്രൂവാലയും ഹണി ട്രഹാനും അഭിഷേക് ചൗബയും ചേർന്ന് RSPPയുടെയും മഗഫിൻ പിക്ചേഴ്സിന്റെയും ബാനറുകളിൽ നിർമ്മിക്കുന്ന ഉള്ളൊഴുക്കിന്റെ സഹനിർമ്മാണം നിർവഹിക്കുന്നത് റവറി എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ സഞ്ജീവ് കുമാർ നായരാണ്. അതേസമയം ഉള്ളൊഴുക്കിന്റെ കഥയുമായി സംവിധായകൻ ക്രിസ്റ്റോ ആദ്യം സമീപിച്ചപ്പോൾ ഒഴിഞ്ഞുമാറാനാണ് ശ്രമിച്ചത് എന്ന് നടി പാർവതി നേരത്തെ പറഞ്ഞിരുന്നു. വളരെ ശക്തമായ ഇമോഷണൽ ഡ്രാമയായി ഒരുക്കുന്ന ചിത്രം ചെയ്യാനുള്ള മാനസികാവസ്ഥ അന്നേരം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പാർവതി പറഞ്ഞത്. മാതൃഭൂമി.comന് നൽകിയ അഭിമുഖത്തിലാണ് പാർവതി ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയത്. പാർവതിയുടെ തിരിച്ചുവരവാണോ ഈ ചിത്രം എന്ന ചോദ്യത്തിന് തിരിച്ചുവരാനായിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല എന്നതാണ് സത്യമെന്നാണ് താരം പറഞ്ഞത്. ഏതാണ്ട് 4 വർഷത്തോളം എടുത്താണ് ഉള്ളൊഴുക്കിനോട് ഞാൻ യെസ് പറയുന്നത്. ഉർവശി ചേച്ചിക്ക് വേണ്ടിയും ഏതാണ്ട് അത്ര തന്നെ വർഷങ്ങൾ ക്രിസ്റ്റോ കാത്തിരുന്നുവെന്ന് ഞാൻ പിന്നീടാണ് അറിയുന്നത്. 2018 ക്രിസ്റ്റോ വീട്ടിൽ വന്ന് കഥ പറഞ്ഞപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല. സാധാരണ ഈ ഡാർക്കിന്റെ ആളാണ് ഞാൻ. എപ്പോഴും കരച്ചിലും പിഴിച്ചിലുമൊക്കെയാണ് കഥാപാത്രങ്ങൾക്ക് ലഭിക്കാറുള്ളത്. പക്ഷേ ഉള്ളൊഴുക്കിന്റെ കഥ കേട്ട് ഞാൻ പേടിച്ചുപോയി. എന്നെക്കൊണ്ട് എടുത്താൽ പൊങ്ങൂല എന്ന് പറഞ്ഞു ഒഴിവാക്കിയതാണ് എന്നും താരം വ്യക്തമാക്കി. ഉള്ളൊഴുക്കിൽ ഒരു തരത്തിലും ഒന്നിനെയും ന്യായീകരിക്കുന്നില്ല. കഥാപാത്രം പറയുന്ന കാര്യങ്ങളെ മഹത്വവൽക്കരിക്കുന്നതും ന്യായീകരിക്കുന്നതും 2 തരത്തിലാണ്. ഒരു കഥാപാത്രം പറയുന്ന മോശം കാര്യം ഗ്ലോറിഫൈ ചെയ്യപ്പെടുമ്പോഴും ന്യായീകരിക്കപ്പെടുമ്പോഴുമാണ് അത് തെറ്റാവുന്നത്. സ്ലോ മോഷൻ രംഗങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ അടങ്ങുന്ന ഘടകങ്ങളാണ് കഥാപാത്രം പറയുന്ന സംഭാഷണത്തെ, പ്രവൃത്തിയെ ആ തലത്തിലേക്ക് എത്തിക്കുന്നത്. ഉള്ളൊഴുക്കിൽ ഒരു കഥാപാത്രത്തിന്റെ പ്രവൃത്തിയും ന്യായീകരിക്കപ്പെടുന്നില്ല, മഹത്വവൽക്കരിക്കപ്പെടുന്നില്ല എന്നും പാർവതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു.